പോലീസ് ഉച്ചഭാഷണം നീക്കിയതിനെ തുടർന്ന് പള്ളിയുടെ ടെറസിൽ കയറി നിന്ന് ബാങ്ക് വിളിച്ച് ഇമാം. ഉത്തർപ്രദേശിലെ സംബലിൽ ഷാഹി ജുമാ മസ്ജിദിലാണ് സംഭവം നടന്നത്. ശനിയാഴ്ച പോലീസ് വന്ന് ജുമാ മസ്ജിദിന്റെ ഉച്ചഭാഷണി നീക്കുകയായിരുന്നു. പൊതുസ്ഥലങ്ങളിൽ ഉച്ചഭാഷണങ്ങൾ പാടില്ലെന്ന യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ നടപടി. ഇതിനു പിന്നാലെയാണ് നേരത്തെ ഉച്ചഭാഷണി സ്ഥാപിച്ചിരുന്ന ടെറസിൽ കയറി നിന്ന് പള്ളി ഇമാം ബാങ്ക് വിളിച്ചത്. ഇമാം മുഹമ്മദ് ഹാജി റൈസ് ബാങ്ക് വിളിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മുഗൾ കാലഘട്ടം മുതലുള്ള പള്ളിയാണ് ഉത്തർപ്രദേശിലെ സംബലിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി ജുമാ മസ്ജിദ്. സംബലിലെ ഏറ്റവും ഉയരമുള്ള കുന്നിൻ മുകളിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പഴയ കോട്ടയായ മുഹല്ല കോട്ടയിലാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ നിർമ്മിച്ച ഈ മനോഹരമായ പള്ളിയുള്ളത്. 1904 പുരാതന സ്മാരക സംരക്ഷണ നിയമപ്രകാരം ഒരു സംരക്ഷിത സ്മാരകമായാണ് ഷാഹി ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത്. സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് എല്ലാ പൊതുസ്ഥലങ്ങളിലും ഉച്ചഭാഷകളുടെ ഉപയോഗം നിയന്ത്രിച്ചിരുന്നുവെന്നും അതേസമയം ടെറസിൽ കയറി നിന്ന് ബാങ്ക് വിളിക്കുന്നതിന് തടസ്സമില്ലെന്നുമാണ് പോലീസിന്റെ പ്രതികരണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡ് പരീക്ഷകൾ കണക്കിലെടുത്താണ് ഉച്ചഭാഷകൾ നീക്കം ചെയ്തതെന്നും പോലീസ് ഉദ്യോഗസ്ഥനായ DM രാജേന്ദ്ര പെൻസിയ കൂട്ടിച്ചേർത്തു. എന്നാൽ ബോർഡ് പരീക്ഷകൾ മുമ്പും ഉണ്ടായിരുന്നെന്നും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. അതേസമയം ഉച്ചഭാഷണികൾ ഉപയോഗിച്ചതിന് സംബൽ പോലീസ് ജനുവരി 23-ന് 2 ഇമാമുമാർക്കെതിരെ കേസെടുത്തിരുന്നു. മുന്നറിയിപ്പ് നൽകിയിട്ടും പാലിക്കാത്തതിനാലാണ് കേസെടുത്തതെന്നാണ് അന്ന് പോലീസ് നൽകിയ വിശദീകരണം. നിയമപരമായ പരിധിക്കപ്പുറം ശബ്ദമുണ്ടായിരുന്നുവെന്നും അവർ വിശദമാക്കുന്നു. ബഹ്ജോയ് പോലീസ് സ്റ്റേഷൻ അധികാരപരിധിയിലുള്ള ഒരു പള്ളിയിലെ ഇമാമായ റഹാൻ ഹുസൈനെതിരെയാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഹയാത്ത് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇമാം ആലെ നബിക്കെതിരെയും കേസെടുത്തു. 2 ഇമാമാർക്കെതിരെയും BNS സെഷൻ 223 ഒരു പൊതുപ്രവർത്തകൻ പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അനുസരണക്കേട് വകുപ്പ് പ്രകാരവും സെഷൻ 293 അതായത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതിനു ശേഷം പൊതുജനങ്ങൾക്ക് ശല്യം ചെയ്യൽ എന്നീ വകുപ്പുകൾ പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ സംബൽ വർഗീയ സംഘർഷത്തിൽ സംഘപരിവാറിനെ വെള്ളപൂശി UP പോലീസിന്റെ കുറ്റപത്രം പുറത്തുവന്നു. 6 കേസുകളിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് പുതിയ വിവരം. സംഘർഷം ആസൂത്രിതമെന്നും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓട്ടോ ലിഫ്റ്റർ ഷാരിഫ് സാത്തിയാണ് കലാപത്തിന് പിന്നിലെന്നും UP പോലീസ് പറയുന്നു. പ്രതിക്ക് പാക് ചാര സംഘടനയായ ISIയുമായും ദാവൂദ് ഇബ്രാഹിമുമായും പങ്കുണ്ടെന്നാണ് 4000 പേജുള്ള കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. നവംബർ 24-നായിരുന്നു സംബലിലെ ഷാഹി ജുമാ മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേക്കിടെ സംഘർഷമുണ്ടായത്. പോലീസ് വെടിവെപ്പിലും ആക്രമണത്തിലും 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സർവേ നടത്താനുള്ള ജില്ലാ കോടതി വിധി ഉപയോഗിച്ച് സംഘപരിവാർ നടത്തിയ വർഗീയ സംഘർഷത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. എന്നാൽ സംഘപരിവാറിനെയും ഭരണകൂടത്തെയും പൂർണ്ണമായും വെള്ളപൂശിയാണ് പോലീസിന്റെ കുറ്റപത്രം. അക്രമം നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ പിസ്റ്റളുകളും വെടിക്കോപ്പുകളും UK, US, ജർമ്മനി എന്നിവിടങ്ങളിൽ നിർമ്മിച്ചതാണെന്നും കുറ്റപത്രത്തിലുണ്ട്. 4000 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. 80 പേരാണ് അറസ്റ്റിലായത്. 79 പേർ പിടിയിലുണ്ടാകാനുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ആകെ 12 കേസുകളാണ് ഈ വിഷയത്തിൽ എടുത്തത്.